എല്ലാവർക്കും ഡെയിലി ന്യൂസ് അനാലിസിലേക്ക് സ്വാഗതം. അപ്പോൾ ഈ പ്രാവശ്യത്തെ ഡെയിലി ന്യൂസിൽ നമ്മൾ നോക്കാൻ പോകുന്ന ടോപ്പിക്സ് ഇതൊക്കെയാണ്. ഫസ്റ്റ് എന്ന് പറയുന്നത് നമുക്കൊരു കോൺട്രവേഴ്ഷ്യൽ ആയിട്ടുള്ള ഒരു കേസുണ്ട്. അപ്പോൾ അതിൻ്റെ പ്രോബ് CBI ഏറ്റെടുത്തു എന്നാണ് പറയുന്നത്. ടേക്സ് ഓഫ് പ്രോബ്സ് ഇൻ ടു ഡോക്ടേഴ്സ് മേർഡർ. ഓക്കെ, അത് വെസ്റ്റ് ബംഗാളിൽ നടന്നൊരു ഇഷ്യൂ ആണ്. നമ്മൾ അതിനകത്ത് രണ്ട് പെർസ്പെക്റ്റീവിലാണ് ഈ ഒരു ന്യൂസ് നമ്മൾ നോക്കുന്നത്. ഒന്ന്, പൊളിറ്റി പെർസ്പെക്റ്റീവിൽ CBI എന്ന് പറയുന്ന ബോഡീനെ കുറിച്ച് നമ്മൾ നോക്കും. അത് നമുക്ക് പ്രിലിംസ് പെർസ്പെക്റ്റീവിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂഷനാണ്. പിന്നെ GS4 കേസ് സ്റ്റഡി പെർസ്പെക്റ്റീവിൽ, എത്തിക്സിൻ്റെ കേസ് സ്റ്റഡി പെർസ്പെക്റ്റീവിൽ നമ്മളത് അനാലിസിസ് ചെയ്യും. ആദ്യം നമ്മൾ ചെയ്യുന്നത് കേസ് സ്റ്റഡി അനാലിസിസ് ആണ്. ഒരു എത്തിക്സ് പെർസ്പെക്റ്റീവിൽ ഇങ്ങനെ ഒരു സെനാരിയോയിൽ നിങ്ങൾ ഒരു ഡിസ്ട്രിക്ട് മജിസ്ട്രേറ്റ് അല്ലെങ്കിൽ നിങ്ങളൊരു ഒഫീഷ്യൽ ഡ്യൂട്ടി പൊസിഷനിൽ നിൽക്കുമ്പോഴേക്കും നിങ്ങൾക്ക് അങ്ങനെ ഒരു കേസ് എങ്ങനെ ഹാൻഡിൽ ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യങ്ങൾ, അതിൻ്റെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രൊസീജിയർ, അതെല്ലാം രീതിയിൽ അതിൻ്റെ ഒരു ക്വസ്റ്റ്യൻ ബേസ് ചെയ്തിട്ടാണ് അത് എടുത്തേക്കുന്നത്. നെക്സ്റ്റ് എന്ന് പറയുന്നത് DRDO ക്യാരീസ് ഔട്ട് ഫ്ലൈറ്റ് ടെസ്റ്റ് ഫോർ ലോങ് റേഞ്ച് ഗ്ലൈഡ് ബോംബ്. ഓക്കെ, ഇത് സുഖോയ് 30 ഒരു ഗ്ലൈഡ് ബോംബ്, നമ്മൾ ലോങ് റേഞ്ച് ഗ്ലൈഡ് ബോംബ് ടെസ്റ്റ് ചെയ്തതിനെ കുറിച്ചാണ്. ഗൗരവ് എന്നാണ് അതിൻ്റെ ഒരു പേര്. അത് GS3 സയൻസ് ആൻഡ് ടെക് ഡിഫൻസ് എന്ന് പറയുന്ന ടോപ്പിക്ക് ബേസ് ചെയ്തിട്ടാണ് ഞാനിത് എടുത്തേക്കുന്നത്. നെക്സ്റ്റ് എന്ന് പറയുന്നത് ഷോക്ക് വേവ്സ് ഓഫ് സൗത്ത് ഏഷ്യൻ ടാമോൾട്ട്. ഇത് എഡിറ്റോറിയലിലുള്ള ഒരു ന്യൂസാണ്. സുഹാസിനി അയ്യറിൻ്റെ ന്യൂസാണ്, എഡിറ്റോറിയലാണ്. അപ്പം ഇത് ഫോറിൻ അഫെയർസ് അല്ലെങ്കിൽ എക്കണോമിക് ഡെവലപ്മെൻറ്റൊക്കെ പെർസ്പെക്റ്റീവിൽ നമുക്ക് നമ്മുടെ കറണ്ട് കേസ് സിനാരിയോയിൽ നമ്മുടെ നെയ്ബർഹുഡിൽ നടക്കുന്ന സൗത്ത് ഏഷ്യൻ കൺട്രീസിൽ നടക്കുന്ന പ്രശ്നങ്ങളെയൊക്കെ ആസ്പദമാക്കിയിട്ട് ഉള്ളൊരു എഡിറ്റോറിയലാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഫസ്റ്റ് ന്യൂസിലോട്ട് പോവാണ്. ഫസ്റ്റ് ന്യൂസ് എന്ന് പറയുന്നത് CBI ടേക്സ് പ്രോബ് ഇൻ ടു ഡോക്ടേഴ്സ് മേർഡർ. ഓക്കെ, അപ്പം ഇതിൻ്റെ ഒരു കേസ് സ്റ്റഡി ക്വസ്റ്റ്യനിലൂടെ നമുക്ക് ഇതിനെ എത്തിക്സ് പെർസ്പെക്റ്റീവിൽ അനാലിസിസ് ചെയ്യാം. ഓക്കെ, കേസ് സ്റ്റഡി ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പോൾ ഇൻ ദ ലൈറ്റ് ഓഫ് ദ കേസ് വെയർ ദ സെൻട്രൽ ബ്യൂറോ ഓഫ് ഇൻവെസ്റ്റിഗേഷൻ CBI took over the investigation of a doctor's murder at RG Kar Medical College and Hospital, discussed the ethical issues involved in handling such cases, analyzed the role of different stakeholders including judiciary, police, medical professionals and the media in ensuring justice and maintaining public trust. Okay, purpose a course of action that balances the need for a thorough investigation with the protection of citizens' right and institutional ഇൻറ്റഗ്രിറ്റി. ഓക്കെ, ഇത് നമുക്കറിയാം. ഇത് ഈ ഒരു പർട്ടിക്കുലർ ഇൻസിഡൻറ്റ് ബേസ് ചെയ്തിട്ടാണ് ക്വസ്റ്റ്യൻ ഫോമുലേറ്റ് ചെയ്തിട്ടെങ്കിലും ഇതൊരു കോമൺ അല്ല ജനറിക് ആയിട്ടായിരിക്കും നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് വരുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു കോൺടെക്സ്റ്റ് നമുക്ക് പറയാം. ഓക്കെ, ഇങ്ങനത്തെ ഒരു കേസിൽ ഒരു ജനറിക് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ വരുമ്പോൾ നിങ്ങൾക്ക് ഇതൊരു കോൺടെക്സ്റ്റ് എന്ന രീതിയിൽ ഈ കേസ് വേണേൽ ഹൈലൈറ്റ് ചെയ്ത് പറഞ്ഞ് നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഒരു കോൺടെക്സ്റ്റ് എന്ന് വെച്ചാൽ ദ മർഡർ ഓഫ് എ ഡോക്ടർ അറ്റ് RG KR Medical College and Hospital has raised significant ethical and legal questions. The Calcutta court transferred the investigation to the CBI after observing that the police had not made any significant progress in the case. The postmortem report revealed multiple injuries suggesting a possible foul play, while the court noted a dereliction of the duty by the hospital authorities. അപ്പം ഇതെന്താണ്? This situation highlights the complexity of managing justice, accountability and ethics in high stakes കേസസ് ഇൻവോൾവിങ് പബ്ലിക് ഇൻസ്റ്റിറ്റ്യൂഷൻസ്. അപ്പോൾ അതൊരു ഫോൾട്ട് പ്ലേ ആയതുകൊണ്ടാണ് ഇത് ഹൈക്കോർട്ട് ഇത് CBIനെ ഏൽപ്പിച്ചേക്കുന്നത്. ഓക്കെ, നമ്മൾ എന്തുകൊണ്ടാണ് CBIനെ ഏൽപ്പിച്ചേക്കുന്നത്, അതിൻ്റെ ഡിഫറൻസ്, വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ CBI ആൻഡ് നോർമൽ സ്റ്റേറ്റ് പോലീസ് എന്നൊക്കെ നമ്മൾ നോക്കും. ഓക്കെ, എത്തിക്കൽ ഇഷ്യൂസ് ഇൻവോൾവ് ചെയ്തേക്കുന്നത് നമ്മളിപ്പോൾ എത്തിക്സ് പെർസ്പെക്റ്റീവിൽ ആൻസർ എഴുതുമ്പോൾ നിങ്ങൾ ആദ്യമേ നോക്കേണ്ട ഒരു കാര്യം, അല്ലെങ്കിൽ നിങ്ങളൊരു ക്വസ്റ്റ്യൻ അനാലിസ് ചെയ്യുമ്പോൾ നിങ്ങൾ ആദ്യം നോക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ എത്തിക്സിൻ്റെ സിലബസിൽ കുറച്ച് കീവേഡ്സ് ഉണ്ട്. എംപതി, അല്ലെങ്കിൽ അക്കൗണ്ടബിലിറ്റി, ട്രാൻസ്പെറൻസി, ട്രസ്റ്റ്, അങ്ങനെയുള്ള കീവേഡ്സ് നിങ്ങൾ ആൻസറിൽ കൊണ്ടുവരാനായിട്ട് നോക്കുക. അപ്പോൾ എത്തിക്കൽ ഇഷ്യൂസ് ഇൻവോൾവ് എന്ന് പറയുമ്പോൾ ഡ്യൂട്ടി ആൻഡ് അക്കൗണ്ടബിലിറ്റി ആണ്. ദ പ്രൈമറി റെസ്പോൺസിബിലിറ്റി ഓഫ് ലോ എൻഫോഴ്സ്മെൻറ്റ് ആൻഡ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ഈസ് ടു എൻഷുർ എ സേഫ് ആൻഡ് സെക്യൂർ എൻവയോൺമെൻറ്റ് for the individuals. The lack of progress in the investigation suggests a possible failure in fulfilling these duties. Justice and fairness in the case laanengil, it is imperative to ensure a thorough and unbiased investigation to bring justice to the victim and their family. The involvement of CBI is a step towards ensuring fair justice free from local influences. Transparency and trust ആണെങ്കിൽ the delay and lack of progress in investigation could erode public trust in the police and judicial system. അപ്പം എന്താണ്, ഒരു ഹേസ്റ്റ് മാനറിൽ, ഒരു ഇച്ചിരി സ്പീഡിൽ
ഇതിൻ്റെ ഒരു സൊല്യൂഷൻ കൊണ്ടുവരേണ്ടതുണ്ട്. കാരണം ഇത് വളരെയധികം മീഡിയ അറ്റൻഷൻ ഉള്ളൊരു കേസാണ്. ദ ട്രാൻസ്പെറൻസി ഇൻ ഇൻവെസ്റ്റിഗേഷൻ പ്രോസസ് ഈസ് എസെൻഷ്യൽ ടു മെയിൻറ്റെയിൻ പബ്ലിക് കോൺഫിഡൻസ്. പിന്നെ പ്രൊട്ടക്ഷൻ ഓഫ് റൈറ്റ്സ്, ദ റൈറ്റ്സ് ഓഫ് ഓൾ സ്റ്റേക്ക് ഹോൾഡേഴ്സ് ഇൻക്ലൂഡിംഗ് വിക്ടിംസ് ഫാമിലി, മെഡിക്കൽ സ്റ്റാഫ് ആൻഡ് ദ അക്യൂസ് ഷുഡ് ബി പ്രൊട്ടക്റ്റഡ് ത്രൂ ഔട്ട് ദ ഇൻവെസ്റ്റിഗേഷൻ പ്രോസസ്സ്. ഓക്കെ, അപ്പം അതുപോലെ തന്നെ ഈ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ CBI പോലത്തെ ഇൻസ്റ്റിറ്റ്യൂഷൻ വരുമ്പോഴേക്കും എന്താണ് ഇതിൻ്റെ ഇൻറ്റഗ്രിറ്റി എന്ന് പറയുന്ന കീവേഡ് നിങ്ങൾക്ക് ആഡ് ചെയ്യാം. ഇൻറ്റഗ്രിറ്റി ഷുഡ് ബി മെയിൻറ്റെയിൻഡ്. ഓക്കെ, പബ്ലിക് ഇൻസ്റ്റിറ്റ്യൂഷൻസിൻ്റെ ഇൻറ്റഗ്രിറ്റി മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരു കേസും കൂടിയാണ് ഇത്. പ്രൊഫഷണൽ കണ്ടക്ട്, മെഡിക്കൽ പ്രൊഫഷണൽസ് ഹാവ് എ ഡ്യൂട്ടി ടു റിപ്പോർട്ട് എനി സസ്പീഷ്യസ് ആക്ടിവിറ്റീസ് ഓഫ് ഡ്യൂട്ടി. ദിസ് കേസ് ദ ഹോസ്പിറ്റൽ പ്രിൻസിപ്പൽ ഡിഡ് നോട്ട് ലോഡ്ജ് എ കംപ്ലയിൻറ്റ് റേസിംഗ് ക്വസ്റ്റ്യൻസ് അബൌട്ട് പ്രൊഫഷണൽ എത്തിക്സ് ആൻഡ് റെസ്പോൺസിബിലിറ്റി. ഓക്കെ, അപ്പോൾ ആ കേസിൽ എന്തൊക്കെയാണ് ഇൻവോൾവ് ആയിട്ടുള്ളത്, എന്താണ് അതിൻ്റെ ഒരു സിനാരിയോ. ഇപ്പോൾ ഇതൊരു പെർട്ടിക്കുലർ അല്ലെങ്കിൽ ഒരു ഫോക്കസ്ഡ് ആയിട്ടുള്ള ഒരു കേസ് വന്നുകൊണ്ടാണ് നമ്മൾ ഇങ്ങനൊരു പെർസ്പെക്റ്റീവ് എടുത്തേക്കുന്നത്. അപ്പം നമ്മൾ ഇതൊരു ജനറിക് ടേം ആയിട്ടാണെങ്കിൽ ഇത്രയൊന്നും ഡീറ്റെയിൽ ആയിട്ട് എഴുതേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇത് ഞാനൊരു ആൻസർ റൈറ്റിംഗ് പെർസ്പെക്റ്റീവിൽ നമുക്കിത് ഈ ഒരു എത്തിക്സ് പെർസ്പെക്റ്റീവ് നമുക്ക് അനാലിസിസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഈ ഒരു സ്ട്രക്ചറിൽ പോകുന്നത്. ഇപ്പോൾ സ്റ്റേക്ക് ഹോൾഡർ റോൾസ് എന്ന് പറയുമ്പോൾ ജുഡീഷ്യറിയുടെ കേസിൽ ജുഡീഷ്യറി പ്ലേസ് എ ക്രിട്ടിക്കൽ റോൾ ഇൻ എൻഷുറിംഗ് ജസ്റ്റിസ് ബൈ ഓവർസീയിങ് ദ ഇൻവെസ്റ്റിഗേഷൻ പ്രോസസ് ആൻഡ് മേക്കിംഗ് നെസസറി ഇൻ്റർവെൻഷൻ സച്ച് ആസ് ട്രാൻസ്ഫറിംഗ് ദ കേസ് ടു ദ CBI. പോലീസിൻ്റെ കേസിലാണ് പോലീസ് ഇസ് റെസ്പോൺസിബിൾ ഫോർ കണ്ടക്ടിങ് എ പ്രോംപ്റ്റ് ആൻഡ് തറോ ഇൻവെസ്റ്റിഗേഷൻ. ഇൻ ദിസ് കേസ് their failure to make investigation progress led to judicial intervention. ഓക്കെ, അപ്പം സ്റ്റേറ്റ് പോലീസിൻ്റെ ഭാഗത്തുനിന്ന് നല്ലൊരു ഇൻവോൾവ്മെൻറ്റ് ഇല്ലാത്തതുകൊണ്ടാണ് ഹൈക്കോർട്ട് CBIക്ക് കേസ് കൊടുത്തത്. മെഡിക്കൽ പ്രൊഫഷണൽസിൻ്റെ കേസിലാണെങ്കിൽ ഡോക്ടേഴ്സ് ആൻഡ് ഹോസ്പിറ്റൽ സ്റ്റാഫ് ഹാവ് ആൻ എത്തിക്കൽ ഒബ്ലിഗേഷൻ ടു റിപ്പോർട്ട് എനി ഇറഗുലാരിറ്റീസ് ഓർ സസ്പീഷ്യസ് ആക്ടിവിറ്റീസ്. ദെയർ ഫെയിലിയർ ടു ആക്ട് ക്യാൻ ഹിൻഡർ ജസ്റ്റിസ് ആൻഡ് അക്കൗണ്ടബിലിറ്റി. മീഡിയയുടെ കേസിൽ ഇപ്പോൾ നമുക്ക് ഇത് ഓരോരോ സ്റ്റേക്ക് ഹോൾഡേഴ്സ് ആണ് പറയുന്നത്. പോലീസിനെ പറഞ്ഞു, ജുഡീഷ്യറി പറഞ്ഞു, മെഡിക്കൽ പ്രൊഫഷണൽസ് പറഞ്ഞു, മീഡിയയുടെ കേസാണ്. മീഡിയാസ് റോൾ ഈസ് ടു റിപ്പോർട്ട് ഫാക്ട്സ് ആക്യുറേറ്റ്ലി ആൻഡ് റെസ്പോൺസിബിളി, എൻഷുറിംഗ് ദ പബ്ലിക് ഡിസ്കോഴ്സ് ഈസ് ഇൻഫോംഡ് ആൻഡ് ബാലൻസ്ഡ്. ഓക്കെ, അപ്പോൾ നമ്മളൊരു കോഴ്സ് ഓഫ് ആക്ഷൻ പ്രൊപ്പോസ് ചെയ്യുകയാണ്. എങ്ങനെയാണ് ഇങ്ങനൊരു സിനാരിയോയിൽ നമ്മൾ ആക്ട് ചെയ്യേണ്ടത്. ഓക്കെ, സ്ട്രെങ്തൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ അക്കൗണ്ടബിലിറ്റി, ഇംപ്ലിമെൻറ്റ് റോബസ്റ്റ് മെക്കാനിസംസ് ടു ഹോൾഡ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് അക്കൗണ്ടബിൾ for their actions and inactions. These include regular audits, clear reporting protocols, and consequences for non-compliance. Okay, enhance transparency. Ensure that the investigation process is transparent with regular updates provided to the public and stakeholders involved. വിസിൽ ബ്ലോവേഴ്സിനെ എംപവർ ചെയ്യുക. അതായത് വിസിൽ ബ്ലോവേഴ്സ് എന്ന് പറയുന്നത് എന്താ, ഇപ്പോൾ ഈ ഇൻസ്റ്റിറ്റ്യൂഷനിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരായിരിക്കാം, അല്ലെങ്കിൽ ഈ ഒരു ഇൻസിഡൻറ്റിനെ കുറിച്ച് അറിയാവുന്ന ആൾക്കാരായിരിക്കാം. അവരെന്താണ് ഇതിൻ്റെ ഡീറ്റെയിൽ പോലീസുമായിട്ടോ അല്ലെങ്കിൽ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസിയുമായിട്ട് ഷെയർ ചെയ്യാം. ഓക്കെ, പ്രൊമോട്ട് എത്തിക്കൽ ട്രെയിനിങ്, കണ്ടക്ട് റെഗുലർ എത്തിക്സ് ട്രെയിനിങ് ഫോർ പോലീസ്, മെഡിക്കൽ പ്രൊഫഷണൽസ് ആൻഡ് പബ്ലിക് ഒഫീഷ്യൽസ് ടു റീഇൻഫോഴ്സ് their duties and responsibilities. Facilitate multi-stakeholder collaboration. Encourage collaboration between different stakeholders, അതായത് ജുഡീഷ്യറി, പോലീസ്, മെഡിക്കൽ പ്രൊഫഷണൽസ് എല്ലാവരുമായിട്ടുള്ളൊരു പ്രോപ്പർ നെറ്റ്വർക്ക് ഈ ഒരു കേസിൽ കൊണ്ടുവരാം. ഓക്കെ, അപ്പോൾ നമ്മൾ അതാണ് ഒരു എത്തിക്സ് പെർസ്പെക്റ്റീവിൽ നിങ്ങൾക്ക് പറയാൻ പറ്റുന്നൊരു ബേസിക് ആയിട്ടുള്ളൊരു ഔട്ട്ലൈൻ ആണ്. ഓക്കെ, നെക്സ്റ്റ് എന്ന് പറയുന്നത് നമ്മൾ CBI എന്ന് പറയുന്ന ഇൻവെസ്റ്റിഗേഷൻ ബോഡി, സെൻട്രൽ ബ്യൂറോ ഓഫ് ഇൻവെസ്റ്റിഗേഷൻ ബോഡീനെ കുറിച്ചാണ് നോക്കുന്നത്. നമ്മുടെ പ്രിലിംസ് പെർസ്പെക്റ്റീവിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഇൻസ്റ്റിറ്റ്യൂഷനാണ്. ഓക്കെ, പ്രീമിയർ ഇൻവെസ്റ്റിഗേറ്റിംഗ് ഏജൻസിയാണ്. ദ CBI ഈസ് ഇന്ത്യസ് പ്രീമിയർ ഇൻവെസ്റ്റിഗേഷൻ പോലീസ് ഏജൻസി. കീ ബോഡീസിനെ അസിസ്റ്റ് ചെയ്യുന്നത് സെൻട്രൽ വിജിലൻസ് Commission and Lokpal in investigating corruption and other cases. Administrative oversight in the case functions under the Department of Personnel, Ministry of Personnel, Pension and Public Grievances, Government of India. Okay, അത് ഇമ്പോർട്ടൻ്റ് ആണ്. ഏത് മിനിസ്ട്രിയുടെ അണ്ടറിലാണ് വരുന്നതെന്ന് ഓർത്തിരിക്കുക. Which is under the Prime Minister's office. For cases under the Prevention of Corruption Act, its superintendence rests with Central Vigilance Commission. ഓക്കെ, ഇൻ്റർപോൾ കോർഡിനേഷൻ എന്ന് പറയുമ്പോൾ ഇൻ്റർപോളിൻ്റെ ഇന്ത്യയിലെ കേസസ് ഹാൻഡിൽ ചെയ്യുന്നത് CBI എന്ന് കൂടി ഓർത്തിരിക്കുക, അതും കൂടി ഓർത്തിരിക്കുക. ഓക്കെ, നോൺ ഫോർ ഇറ്റ്സ് ഹൈ കൺവിക്ഷൻ റേറ്റ് കമ്പയറബിൾ ടു ബെസ്റ്റ് ഇൻ്റർനാഷണൽ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസീസ്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഒറിജിൻ അല്ലെങ്കിൽ ഹിസ്റ്റോറിക്കൽ ബാക്ക്ഗ്രൗണ്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ എന്താണ്, ഒറിജിനേറ്റഡ് ആസ് എ സ്പെഷ്യൽ പോലീസ് എസ്റ്റാബ്ലിഷ്മെൻറ്റ് ഇൻ 1941 ടു ഹാൻഡിൽ കറപ്ഷൻ ഇൻ വാർ റിലേറ്റഡ് പ്രൊക്യൂർമെൻറ്റ്സ്. അത് World War II ടൈമിലായിരുന്നു. പിന്നെ ഫോർമലൈസേഷൻ ബിക്കം എ ഫോർമൽ ഇൻവെസ്റ്റിഗേറ്റീവ് ഏജൻസി അണ്ടർ ഡൽഹി സ്പെഷ്യൽ പോലീസ് എസ്റ്റാബ്ലിഷ്മെൻറ്റ് ആക്ട്. അപ്പോൾ DSP ആക്ട് പ്രകാരമാണ്
ഈ ഒരു ഫോമൽ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി ആയിട്ട് വരുന്നത്. അപ്പോൾ ഇതിൻ്റെ എസ്റ്റാബ്ലിഷ്മെൻറ്റ് എന്ന് പറയുന്നത് 1963 ടു ഇൻവെസ്റ്റിഗേറ്റ് സിഗ്നിഫിക്കൻറ്റ് ക്രൈംസ് സച്ച് ആസ് കറപ്ഷൻ, ഡിഫൻസ് റിലേറ്റഡ് ക്രൈംസ്, ഫ്രോഡ് ആൻഡ് സോഷ്യൽ ക്രൈംസ് വിത്ത് നാഷണൽ ഇംപ്ലിക്കേഷൻസ്. ഓക്കെ, ഇവല്യൂഷൻ എന്ന് പറയുമ്പോൾ എക്സ്പാൻഡഡ് ടു ഹാൻഡിൽ കൺവെൻഷണൽ ക്രൈംസ് ലൈക്ക് അസാസിനേഷൻസ്, കിഡ്നാപ്പിംഗ്സ് ആൻഡ് ടെററിസം. ഓക്കെ, ഇതിൻ്റെ അപ്പോയിൻമെൻറ്റ് ഓഫ് CBI ഡയറക്ടർ എങ്ങനെയാണെന്നും കൂടി ഓർത്തിരിക്കുക. അപ്പം ഇതും നമുക്ക് പ്രിലിംസ് പെർസ്പെക്റ്റീവിൽ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ പ്രീവിയസ് പ്രോസസ്സ് എന്ന് പറയുന്നത് അപ്പോയിൻറ്റഡ് ബേസ്ഡ് ഓൺ DSPE ആക്ട് ആയിരുന്നു 1946 വിത്ത് കമ്മിറ്റി റെക്കമെൻഡേഷൻ ഇൻക്ലൂഡിംഗ് മെമ്പേഴ്സ് ഫ്രം ദ സെൻട്രൽ വിജിലൻസ് കമ്മീഷൻ ആൻഡ് അതർ മിനിസ്ട്രീസ്. കറണ്ട് പ്രോസസ്സ് എന്ന് പറയുമ്പോഴേക്കും ആസ് പെർ ലോക്പാൽ ആക്ട് എ കമ്മിറ്റി ഇൻക്ലൂഡിംഗ് ദ പ്രൈം മിനിസ്റ്റർ, ലീഡർ ഓഫ് ഒപ്പോസിഷൻ ആൻഡ് ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ മേക്സ് ദ അപ്പോയിൻമെൻറ്റ്. ടെന്യൂർ ആൻഡ് എക്സ്റ്റൻഷൻ എന്ന് പറയുന്നത് ഇനിഷ്യലി 2 years ആണ്, എക്സ്പാൻഡബിൾ അപ് ടു 5 years ബൈ സെൻട്രൽ ഓർഡിനൻസസ്. ഓക്കെ, അപ്പം CBIക്കുള്ള ചാലഞ്ചസ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പൊളിറ്റിക്കൽ ഇൻ്റർഫറൻസ് ആണ്. ക്രിട്ടിസൈസ് ഫോർ ബീങ് ഇൻഫ്ലുവൻസ്ഡ് ബൈ പൊളിറ്റിക്കൽ ഇൻട്രസ്റ്റ്, ഓഫൺ റെഫർ ടു ആസ് കേസ്ഡ് പാരറ്റ്. ഓക്കെ, കേസ്ഡ് പാരറ്റ് എന്ന് റെഫർ ചെയ്യുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂഷനും കൂടിയാണ് CBI എന്ന് പറയുന്നത്. അപ്പം ഡിലേഡ് ഇൻവെസ്റ്റിഗേഷൻ, നോട്ടോറിയസ് ഫോർ ലെങ്തി ഇൻവെസ്റ്റിഗേഷൻസ്, ക്രെഡിബിലിറ്റി ഇഷ്യൂസ് ഉണ്ട്. ഹാൻഡ്ലിങ് ഹൈ പ്രൊഫൈൽ കേസസ് പുവറായിട്ട് മാനേജ് ചെയ്യുന്നു. അതായത് സെൻട്രൽ ഗവൺമെൻറ് ഇൻഫ്ലുവൻസ് ഉള്ള ഒരു ഏജൻസിയും കൂടി ആയതുകൊണ്ട് ഓപ്പോസിഷൻ പാർട്ടീസ് റൂൾ ചെയ്യുന്ന സ്റ്റേറ്റിൽ അവർ നല്ല രീതിയിൽ പെർഫോം ചെയ്യും. അതേസമയം സെൻട്രൽ ഗവൺമെൻറ് സെയിം പാർട്ടി റൂൾ ചെയ്യുന്ന ഗവൺമെൻറ്റ്സിനെതിരെയുള്ള കേസസ് ഹാൻഡിൽ ചെയ്യുമ്പോഴേക്കും പുവർ പെർഫോമൻസ് വരാനായിട്ടും സാധ്യതകളുണ്ട്. ഓക്കെ, ലാക്ക് ഓഫ് അക്കൗണ്ടബിലിറ്റി ആണ്. എക്സെപ്റ്റ് ഫ്രം റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട്, റെഡ്യൂസിങ് പബ്ലിക് അക്കൗണ്ടബിലിറ്റി. റിസോഴ്സ് ഷോർട്ടേജസ് ഒരു പ്രശ്നമാണ്. പേഴ്സണൽ അല്ലെങ്കിൽ വർക്ക് ഫോഴ്സിൻ്റെ എണ്ണം കുറവാണ്. റിക്രൂട്ട്മെൻറ്റ് ചാലഞ്ചസ് ഉണ്ട്. പിന്നെ ജൂറിസ്ഡിക്ഷൻ എന്ന് പറയുമ്പോൾ റിക്വയർ സ്റ്റേറ്റ് കൺസെൻറ്റ് ഫോർ ഇൻവെസ്റ്റിഗേഷൻ. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. ഓക്കെ, അതായത് ഇപ്പോൾ ഒരു പർട്ടിക്കുലർ ഗവൺമെൻറ്റിൻ്റെ ഒരു സ്റ്റേറ്റ് ഗവൺമെൻറ്റിൽ ഒരു കേസ് ഹാൻഡിലിങ് CBI വരുവാണെങ്കിൽ അവിടുത്തെ സ്റ്റേറ്റ് ഗവൺമെൻറ് എന്താണ് CBIനെ അലോ ചെയ്യണം. ഈ കേസ് ഹാൻഡിൽ ചെയ്യാനായിട്ട് CBI മുന്നോട്ട് വരണമെന്ന് അവർ അലോ ചെയ്താലേ അവർക്ക് അവിടെ ഇൻവെസ്റ്റിഗേഷൻ നടത്താനായിട്ട് പറ്റത്തുള്ളൂ. ഓക്കെ, റെസ്ട്രിക്റ്റഡ് ആക്ടേഴ്സ് നീഡ് സെൻട്രൽ ഗവൺമെൻറ് അപ്രൂവൽ ടു ഇൻവെസ്റ്റിഗേറ്റ് സീനിയർ ബ്യൂറോക്രാറ്റ്സ് ഹിൻഡറിങ് ആൻറ്റി കറപ്ഷൻ എഫേർട്സ്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഒരു ഫംഗ്ഷനിങ് ഇംപ്രൂവ് ചെയ്യാനായിട്ട് എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ നോക്കാം. ഓട്ടോണോമി, ഡീലിംഗ് ഫ്രം ഗവൺമെൻറ് കൺട്രോൾ ടു എൻഷുർ അൺബയസ്ഡ് ഇൻവെസ്റ്റിഗേഷൻസ്. സ്റ്റാറ്റ്യൂട്ടറി സ്റ്റാറ്റസ് കൊടുക്കുക. ഗ്രാൻഡ് സ്റ്റാറ്റ്യൂട്ടറി സ്റ്റാറ്റസ് സിമിലർ ടു CAG അല്ലെങ്കിൽ കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറലിൻ്റെ പോലത്തെ ഒരു ഇൻഡിപെൻഡൻറ്റ് ബോഡി ആയിട്ട് കൊണ്ടുവരിക. സ്ട്രെങ്തനിങ് റിസോഴ്സ് ഇൻക്രീസ് പേഴ്സണൽ, ഇംപ്രൂവ് ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് എൻഹാൻസ് ഫൈനാൻഷ്യൽ റിസോഴ്സസ്. കോംപ്രിഹെൻസീവ് ലെജിസ്ലേഷൻ എന്ന് പറയുമ്പോൾ എനാക്ട് എ ന്യൂ ലോ ഗവർണിംഗ് CBI ഓപ്പറേഷൻസ് ടു റിപ്ലേസ് DSPE ആക്ട്. അത് 1946 ആക്ടാണ്. ഓക്കെ, അത് മാറ്റിയിട്ട് പുതിയ ലോ കൊണ്ടുവരിക. എൻഷുറിങ് ക്ലിയർ മാൻഡേറ്റ് ആൻഡ് ഓപ്പറേഷണൽ ഫ്രെയിംവർക്ക്. ഓക്കെ, അപ്പോൾ നമ്മൾ നെക്സ്റ്റ് ന്യൂസ്, സെക്കൻഡ് ന്യൂസ് എന്ന് പറയുന്നത് DRDO ഗൗരവ് എന്ന് പറയുന്ന ഒരു ഗ്ലൈഡ് ബോംബ് ടെസ്റ്റ് ചെയ്തു എന്നുള്ളതാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു കോണ്ടെക്സ്റ്റ് എന്ന് പറയുന്നത് എന്താണ്, DRDO സക്സസ്ഫുള്ളി കണ്ടക്റ്റഡ് ദ മെയ്ഡൻ ഫ്ലൈറ്റ് ടെസ്റ്റ് ഫോർ ദ ലോങ് റേഞ്ച് ഗ്ലൈഡ് ബോംബ് LRGB ഗൗരവ്. ഓക്കെ, അതിൻ്റെ പേര് ഗൗരവ് എന്നാണ്. ലൊക്കേഷൻ, ദ ടെസ്റ്റ് വാസ് ക്യാരിഡ് ഔട്ട് ഓഫ് ദ കോസ്റ്റ് ഓഫ് ഒഡീഷ. പ്ലാറ്റ്ഫോം എന്ന് പറയുന്നത് ഗൗരവ് വാസ് ലോഞ്ച് ഫ്രം Sukhoi 30 Mark 1 എയർക്രാഫ്റ്റ്. അത് നമ്മുടെ ഇന്ത്യയുടെ മെയിൻ ഫൈറ്റർ ജെറ്റാണ്. ഓക്കെ, ഓഫ് ദ ഇന്ത്യൻ എയർഫോഴ്സ്. ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് ടു അസസ് ദ ബോംബ്സ് കേപ്പബിലിറ്റി ടു ഹിറ്റ് ലോങ് ഡിസ്റ്റൻസ് ടാർഗറ്റ്സ് വിത്ത് ഹൈ പ്രിസിഷൻ. ഓക്കെ, ഈ ഗൗരവിൻ്റെ ഫീച്ചേഴ്സ് എന്താണെന്ന് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങളിപ്പം ഡിഫൻസ് റിലേറ്റഡ് ആയിട്ട് ആകാശ് എന്ന് പറയുന്ന മിസൈൽ നോക്കുക. ആകാശ് എന്ന് പറയുന്ന മിസൈൽ കറണ്ട് സിനാരിയോയിൽ കറണ്ട് അഫയേഴ്സിൽ കുറേ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന ഒരു മിസൈലാണ്. അതൊന്ന് നോക്കി വെച്ചേക്കാം. ഓക്കെ, കീ ഫീച്ചേഴ്സ് ഓഫ് ഗൗരവ് നമ്മൾ നോക്കുവാണെങ്കിൽ വെയിറ്റ് ക്ലാസ് എന്ന് പറയുന്നത് ഈസ് എ 1000 kilogram ക്ലാസ് എയർ ലോഞ്ച്ഡ് ഗ്ലൈഡ് ബോംബാണ്. പിന്നെ റേഞ്ച് എന്ന് പറയുന്നത് ഡിസൈൻ ടു സ്ട്രൈക്ക് ടാർഗറ്റ്സ് അറ്റ് ലോങ് ഡിസ്റ്റൻസസ്, എൻഹാൻസിങ് ദ സ്ട്രാറ്റജിക് കേപ്പബിലിറ്റീസ് ഓഫ് ദ ഇന്ത്യൻ ആംഡ് ഫോഴ്സസ്. ഇൻഡിജിനസ് ഡെവലപ്മെൻ്റ് ആണ്. എന്താണ്, ബൈ റിസർച്ച് സെൻറ്റർ ഇറാട്ട് ഹൈദരാബാദിലാണ് ഇത് ഡെവലപ്പ് ചെയ്തത്. ഷോക്കേസിങ് ഇന്ത്യസ് കമ്മിറ്റ്മെൻറ്റ് ടു സെൽഫ് റിലയൻസ് ഇൻ ഡിഫൻസ് ടെക്നോളജി. ആക്യുറസി എന്ന് പറയുമ്പോൾ എന്താണ്, ലോങ് വീലർ ഐലൻഡ്സിലെ ടാർഗറ്റിനെ പ്രോപ്പറായിട്ട് അച്ചീവ് ചെയ്യാനായിട്ട് സാധിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒരു സിഗ്നിഫിക്കൻസ്, ഇങ്ങനൊരു സെൽഫ് ഗ്ലൈഡിങ് ടെക്നോളജിയിൽ ഉള്ള ഒരു ലോങ് റേഞ്ച് ബോംബിൻ്റെ ടെക്നോളജി ഡെവലപ്പ് ചെയ്യുന്നതിൻ്റെ സിഗ്നിഫിക്കൻസ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, മാർക്ക് എ സിഗ്നിഫിക്കൻറ്റ് സ്റ്റെപ്പ് ഇൻ ഇന്ത്യസ് എഫേർട്സ് ടു ഡെവലപ്പ് ഇൻഡിജിനസ് ഡിഫൻസ് ടെക്നോളജീസ്. എൻഹാൻസ് കേപ്പബിലിറ്റീസ് ആണ്. എന്താണ്,
ഇന്ത്യൻ ആംഡ് ഫോഴ്സസിന് ലോങ് റേഞ്ച് പ്രിസിഷൻ സ്ട്രൈക്സിനുള്ള ഓപ്ഷൻസ് ഡെവലപ്പ് ചെയ്യും. സ്ട്രാറ്റജിക് അഡ്വാൻറ്റേജ് ഉണ്ട്. സക്സസ്ഫുൾ ടെസ്റ്റ് റിഫ്ലെക്സ് ഇന്ത്യസ് ഗ്രോയിങ് കോമ്പിറ്റൻസ് ഇൻ ഡെവലപ്പിംഗ് സഫിസ്റ്റിക്കേറ്റഡ് വെപ്പൺ സിസ്റ്റംസ്. ഇതിൻ്റെ ഒരു ഇംപ്ലിക്കേഷൻസ് എന്താണ് ഇതിൽ നിന്ന് ഉള്ളൊരു ഉൾക്കാഴ്ച എന്നൊക്കെ പറയുന്നത് സെൽഫ് റിലയൻസ് ഇൻ ഡിഫൻസ് ആണ്. ഗൗരവ് അണ്ടർസ്കോർസ് ഇന്ത്യസ് ഫോക്കസ് ഇൻ ഇൻഡിജിനൈസേഷൻ ഓഫ് ഡിഫൻസ് ടെക്നോളജി, റെഡ്യൂസിങ് ഡിപ്പെൻഡൻസി ഓൺ ഫോറിൻ ഇമ്പോർട്ട്സ്. ഫ്യൂച്ചർ ഡെവലപ്മെൻറ്റ്സ് എന്ന് പറയുമ്പോൾ ഫർദർ ഡെവലപ്മെൻറ്റ്, ഇന്നോവേഷൻ ആൻഡ് ഡെവലപ്മെൻറ്റ് ഇൻ അഡ്വാൻസ് വെപ്പൺ സിസ്റ്റംസ് ടു എൻഹാൻസ് നാഷണൽ സെക്യൂരിറ്റി. ഓക്കെ, അപ്പം ഗൗരവ് എന്ന് പറയുന്ന ഒരു സെൽഫ് ഗൈഡഡ് അല്ലെ ലോങ് റേഞ്ച് ഗ്ലൈഡ് മിസൈലിൻ്റെ നമ്മൾ നോക്കി. അപ്പം ഗൗരവ് റീസെൻ്റ്ലി സീൻ ഇൻ ന്യൂസ് എന്ന രീതിയിലൊക്കെ ചോദ്യങ്ങൾ വന്നാൽ ഓർത്തോണം അതൊരു ഗ്ലൈഡ് മിസൈലാണ്, ലോങ് റേഞ്ച് ഗ്ലൈഡ് മിസൈലാണെന്നും കൂടി ഓർത്തിരിക്കുക. നമ്മുടെ നെക്സ്റ്റ് ന്യൂസ് എന്ന് പറയുന്നത് ഇപ്പം കറണ്ട് കേസ് സിനാരിയോയിൽ ബംഗ്ലാദേശ് ഇഷ്യൂ ഒക്കെ ബേസ് ചെയ്തിട്ടുള്ള ഒരു എഡിറ്റോറിയൽ തന്നെയാണ്. അപ്പോൾ ഇതിൻ്റെ കോൺടെക്സ്റ്റ് എന്ന് വെച്ചാൽ ഇന്ത്യസ് ഡിപ്ലോമാറ്റിക് ചാലഞ്ചസ് ആണ്. ഫ്രം ബിഗിനിങ് ഓഫ് ദ ഡെക്കേഡ് ഇന്ത്യ ഹാസ് ഫേസ്ഡ് എ സീരീസ് ഓഫ് ഷോക്സ് ഇൻ ഇറ്റ്സ് നെയ്ബർഹുഡ് ഇൻക്ലൂഡിംഗ് മിലിറ്ററി coup in Myanmar, Taliban takeover in Afghanistan, പൊളിറ്റിക്കൽ ചേഞ്ചസ് ഇൻ പാകിസ്ഥാൻ ആൻഡ് ശ്രീലങ്ക. ഓക്കെ, അപ്പോൾ നമ്മുടെ ചുറ്റിനും പ്രശ്നങ്ങളാണ്. ഇപ്പോൾ റീജിയണൽ പൊളിറ്റിക്കൽ ഡൈനാമിക്സ് നോക്കി കഴിഞ്ഞാൽ ദീസ് ഇവൻറ്റ്സ് ഹാവ് അഫക്റ്റഡ് ഇന്ത്യസ് റീജിയണൽ സ്ട്രാറ്റജി ആൻഡ് റിലേഷൻഷിപ്സ്, പെർട്ടിക്കുലർലി വിത്ത് നേഷൻസ് ലൈക്ക് ബംഗ്ലാദേശ്, വേർ റീസെൻറ്റ് പൊളിറ്റിക്കൽ ഷിഫ്റ്റ്സ് ഹാവ് പോസ് സിഗ്നിഫിക്കൻറ്റ് ചാലഞ്ചസ് ടു ഇന്ത്യ. നമുക്കറിയാം ഇന്ത്യക്ക് ഗവൺമെൻറ് ടു ഗവൺമെൻറ് റിലേഷൻസ് ഉണ്ട്. അറ്റ് ദ സെയിം ടൈം വി പ്രയോറിറ്റൈസ് അവിടുത്തെ സിറ്റിസൺസിൻ്റെ നീഡ് നമ്മൾ ഏത് കൺട്രിയാണോ അത് ബേസ് ചെയ്തിട്ട് നമ്മൾ പ്രയോറിറ്റൈസ് ചെയ്യുന്നുണ്ട്. പക്ഷേ ഒരു പർട്ടിക്കുലർ ഗവൺമെൻറ് പവറിലിരിക്കുമ്പോൾ, ഇപ്പം എക്സാമ്പിൾ ഷെയ്ഖ് ഹസീനയുടെ ഗവൺമെൻറ് ഇൻ ബംഗ്ലാദേശ് വാസ് എ വെരി ഗുഡ് അലൈ ഫോർ ഇന്ത്യ. ഓക്കെ, അതുപോലെ തന്നെയായിരുന്നു താലിബാൻ്റെ കേസിൽ പഴയ ഗവൺമെൻറ് എന്താണ് ഇന്ത്യയുടെ ഒരു അലൈ ആയിരുന്നു. പക്ഷേ ഇപ്പോൾ താലിബാൻ ഗവൺമെൻറ് വന്നപ്പോഴേക്കും അഫ്ഗാനിസ്ഥാൻ്റെ കേസിൽ പഴയ ഗവൺമെൻറ് നല്ലൊരു അലൈ ആയിരുന്നു. ഇപ്പോൾ താലിബാൻ വന്നപ്പോഴേക്കും അത് കൂടുതലൊരു പാകിസ്ഥാൻ്റെ അലയായിട്ട് വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അങ്ങനെ കുറേ പ്രശ്നങ്ങളുണ്ട്. പക്ഷേ അറ്റ് ദ സെയിം ടൈം നമ്മൾ ഈ രാജ്യത്തെ സിറ്റിസൺസുമായിട്ടൊക്കെ ഇപ്പം അഫ്ഗാനിസ്ഥാൻ്റെ കേസിലാണെങ്കിലും ശ്രീലങ്കയുടെ കേസിലാണെങ്കിലും അവർക്കൊക്കെ എയ്ഡ്, ഫൈനാൻഷ്യൽ എയ്ഡ് അല്ലെങ്കിൽ ഹ്യൂമാനിറ്റേറിയൻ എയ്ഡ് ഒക്കെ നമ്മൾ സപ്ലൈ ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ സിറ്റിസൺ ടു സിറ്റിസൺ സെൻട്രിക് വ്യൂവിൽ വി ആർ ഡൂയിങ് എ വെരി ഗുഡ് പാർട്ട്. പക്ഷേ ഗവൺമെൻറ്റ്സിൻ്റെ കേസിൽ ഓരോ ഗവൺമെൻറ്റും എന്ന് പറയുന്നത് ടോപ്പിലാകാൻ ചാൻസസ് ഉള്ള സംഭവമാണ്. അപ്പോൾ ആ കേസിൽ നമ്മൾ ശരിക്കും ലാഗ് ബിഹൈൻഡ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ കറണ്ട് കേസ് സിനാരിയോയിൽ എല്ലാ സ്ഥലത്തും പ്രശ്നങ്ങളാണ് നമ്മുടെ ചുറ്റിനും. ഓക്കെ, അപ്പോൾ കീ ഇഷ്യൂസ് എന്ന് പറയുമ്പോൾ ഇന്ത്യസ് പൊസിഷനാണ്. ഇന്ത്യ ഹാസ് ഓഫൻ സ്റ്റേഡ് അറ്റ് ദ സൈഡ് ഓഫ് ദ ഗവൺമെൻറ് ഇൻ നെയ്ബറിംഗ് കൺട്രീസ്, ബട്ട് ഇറ്റ്സ് ഗ്രപ്ലിംഗ് വിത്ത് കോംപ്ലെക്സ് റീജിയണൽ പൊളിറ്റിക്സ്. ബംഗ്ലാദേശിൻ്റെ കേസിൽ ഇന്ത്യസ് ഇൻഫ്ലുവൻസ് ഹാസ് വെയിൻഡ്, ഹാസ് സീൻ ഇൻ ദ റെഡ്യൂസ്ഡ് ഇമ്പാക്ട് ഇൻ ഇറ്റ്സ് കൺസൾട്ടേഷൻ ഡിസ്പൈറ്റ്സ് ഇറ്റ്സ് കോംപ്രിഹെൻസീവ് എൻഗേജ്മെൻറ്റ്. ശ്രീലങ്കയുടെ കേസിലാണെങ്കിൽ ഇന്ത്യ ഹാഡ് ടു അഡ്ജസ്റ്റ് ഇറ്റ് സ്റ്റാൻഡ്സ് ഫോളോയിങ് ദ ഷിഫ്റ്റ് ഇൻ ലീഡർഷിപ്പ് ആൻഡ് റീജിയണൽ അലൈൻമെൻറ്റ്. ഇപ്പോൾ നമുക്കറിയാം ആ ഒരു ഇത് മാറിക്കഴിഞ്ഞപ്പോൾ, ഗവൺമെൻറ് മാറിക്കഴിഞ്ഞപ്പോഴേക്കും എന്ത് പറ്റി, അവിടെ ചൈനീസ് സ്പൈ ഷിപ്സ് ഒക്കെ വരാൻ തുടങ്ങി. ഹംബിട്ടോട്ട പോർട്ടൊക്കെ അവർ ചൈനീസിന് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ കുറേ ഇഷ്യൂസ് വരുന്നുണ്ട്. നമ്മുടെ തൊട്ട് താഴെയാണ് ഇങ്ങനത്തെ സിനാരിയോസ് നടക്കുന്നത് എന്നും കൂടി ഓർത്തിരിക്കുക. അപ്പോൾ ലോസ് ഓഫ് റെപ്യൂട്ടേഷൻ, ഇന്ത്യസ് ഇൻഫ്ലുവൻസ്, റിഫ്യൂസൽ ടു അസിസ്റ്റ് വെൻ താലിബാൻ ഫെൽ ഹാസ് അഫക്റ്റഡ് ഇറ്റ്സ് പെർസെപ്ഷൻ ആസ് എ റിലയബിൾ പാർട്ട്ണർ ഇൻ ദ റീജിയൻ. ഓക്കെ, അപ്പം ലെസൺസ് ഫോർ ഇന്ത്യ ഒന്നെന്ന് പറയുന്നത് അവോയ്ഡ് ഫാക്ഷണൽ ബേസിസ്, അതായത് ഇന്ത്യ മസ്റ്റ് നോട്ട് സീം ബയസ്ഡ് ഓർ സിംഗുലർലി സപ്പോർട്ടീവ് ഓഫ് എനി പൊളിറ്റിക്കൽ ഫാക്ഷൻ to maintain strategic flexibility, promoting democratic principle. It is crucial to support democratic processes rather than individuals or specific parties, ensuring long-term stability. Regional mechanism എന്ന് പറയുമ്പോൾ enhance South Asian cooperation. അപ്പോൾ നമുക്കറിയാം സൗത്ത് ഏഷ്യൻ കോപ്പറേഷനിൽ കുറേ ബോഡീസ് ഉണ്ട്, ബിംസ്റ്റെക് ഉണ്ട്, സാർക്ക് ഉണ്ട്. ഓക്കെ, അതുപോലെയുള്ള ഓർഗനൈസേഷൻസിൽ എന്താണ് ഇന്ത്യ ഷുഡ് ആക്റ്റീവ്ലി പാർട്ടിസിപ്പേറ്റ്. ഓക്കെ, അതിൻ്റെ പ്രോഗ്രസ്സിന് വേണ്ടിയിട്ട് പെർഫോം ചെയ്യേണ്ട ആവശ്യമുണ്ട്. ബാലൻസിങ് ഇറ്റ്സ് റിലേഷൻഷിപ്പ് വിത്ത് കൺട്രീസ് ലൈക്ക് ബംഗ്ലാദേശ് ആൻഡ് ശ്രീലങ്ക വൈൽ അഡ്രസ്സിങ് കൺസേൺസ് അബൌട്ട് സെക്യൂരിറ്റി ആൻഡ് കമ്മ്യൂണൽ ടെൻഷൻ. ഓക്കെ, ഇതിൻ്റെ ഒരു റെക്കമെൻഡേഷൻസ് എന്തൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സ്ട്രാറ്റജിക് പേഷ്യൻസ് ആണ്. അതായത് ഇന്ത്യ ഷുഡ് അഡോപ്റ്റ് എ പ്രാഗ്മാറ്റിക് അപ്രോച്ച്, ബാലൻസിങ് ഇമ്മീഡിയറ്റ് സ്ട്രാറ്റജിക് ഇൻട്രസ്റ്റ് വിത്ത് ലോങ് ടേം റീജിയണൽ സ്റ്റെബിലിറ്റി, ബിൽഡിംഗ് ട്രസ്റ്റ്, സ്ട്രെങ്തനിങ് ടൈസ് ത്രൂ പീപ്പിൾ ടു പീപ്പിൾ കണക്ഷൻസ്. അപ്പം നമ്മൾ ആക്ച്വലി അങ്ങനെ ഒരു വ്യൂ പോയിന്റ് നമുക്കുണ്ട്, പീപ്പിൾ ടു പീപ്പിൾ കണക്ഷൻസ് നമുക്കുണ്ട്. റീജിയണൽ ഡെവലപ്മെൻറ്റ് ഇനിഷ്യേറ്റീവ്സ് ടു ബിൽഡ് ട്രസ്റ്റ് ആൻഡ് ഗുഡ് വിൽ. ഓക്കെ, പിന്നെ വേറൊരു കാര്യം നമ്മൾ പറയേണ്ട ഒരു ഫോൾട്ട് എന്ന രീതിയിൽ നമുക്ക് പറയാൻ പറ്റുന്നത് വെച്ചാൽ നമ്മൾ റീജിയണൽ കണക്ടിവിറ്റി പ്രോജക്ട്സ് ഇന്ത്യ ഏറ്റെടുത്ത് ചെയ്യുമ്പോൾ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ ഈ പ്രോജക്ട്സ് കംപ്ലീറ്റ് ആകാനായിട്ട് നല്ല ഡിലേ വരുന്നുണ്ട്. അത് നമ്മുടെ ഒരു ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റിൽ അല്ലെങ്കിൽ റീജിയണൽ കണക്ടിവിറ്റി പ്രോജക്ട്സിലുള്ള ഒരു പ്രശ്നമാണ്. അത് നിങ്ങൾക്ക് ആൻസർ റൈറ്റിങ്ങിൽ എഴുതാം. ഓക്കെ,
അപ്പോൾ കൺക്ലൂഷൻ എന്ന് പറയുമ്പോൾ ഇന്ത്യ ഫേസസ് എ ചാലഞ്ചിങ് റീജിയണൽ എൻവയോൺമെൻറ്റ് requiring nuanced diplomacy and a focus on stability and development. By learning from past experiences and engaging constructively with its neighbors, India can enhance its influence and contribute to regional peace. ഓക്കെ, അപ്പോൾ ഈ പ്രാവശ്യത്തെ DNA അനാലിസിസ് എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നമുക്ക് എത്തിക്സ് പെർസ്പെക്റ്റീവിൽ ഒരു ന്യൂസ് ഉണ്ടായിരുന്നു. അതിൻ്റെ ഒരു കേസ് സ്റ്റഡി പെർസ്പെക്റ്റീവിലാണ് അത് എടുത്തത്. നിങ്ങൾക്കത് മനസ്സിലാവുമെന്ന് വിചാരിക്കുന്നു. പക്ഷേ അതൊരു കോമൺ ആയിട്ടുള്ള ഒരു ബേസിക് ആയിട്ടുള്ള ഒരു ഔട്ട്ലൈനാണ്. നിങ്ങൾ ഇതിൻ്റെ ഒരു ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കുക, എന്നിട്ട് എഴുതി നോക്കുക. നിങ്ങളൊരു ഡിസ്ട്രിക്ട് അഡ്മിനിസ്ട്രേറ്റർ ആകുമ്പോഴേക്കും എങ്ങനെ ഇങ്ങനത്തെ ഒരു സിനാരിയോ ഹാൻഡിൽ ചെയ്യും എന്നുള്ളൊരു കാര്യമൊക്കെ നിങ്ങൾ തന്നെ എഴുതാനായിട്ട് നോക്കുക. അതിൽ ഈ എത്തിക്സ് പെർസ്പെക്റ്റീവിലുള്ള കീവേഡ്സ് ആഡ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കാം. ഓക്കെ, ഇപ്പോൾ ഈ പ്രാവശ്യത്തെ DNA അനാലിസിസ് എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി അടുത്ത പ്രാവശ്യം കാണാം. നന്ദി, നമസ്കാരം.